എത്ര നല്ല മനുഷ്യനാ ഈ ഗഫൂർക്ക. அம்மா யாரும் இல்லைங்க. ஏய் அம்மா, சூராபி அம்மா. ஹலோ கபூர் அண்ணா, என்ன இது? எப்ப வந்தாலும் ஆளை காணவே இல்லை. எங்க போயிருக்கு? கடவுளே, இப்ப என்ன பண்ணும்? சரி, போயிடலாம். காசு வாங்கி வைக்கும் போது நல்ல உசாருதான், திருக்க கிட்ட ரொம்ப கஷ்டம். സൂറാവേ പോയി, പലിശക്കാരൻ അണ്ണാച്ചി പോയി. ഇനിയൊന്നും പേടിക്കല്ലാന്ന്. വാ, പുറത്തേക്ക് വരി. അല്ല മനുഷ്യ, നിങ്ങൾ നാട്ടിലുള്ള സകല അണ്ണാച്ചിമാരോടും പലിശക്ക് പൈസ വാങ്ങൂ, ആർക്കും തിരിച്ചു കൊടുക്കുകയില്ല. എല്ലാ ദിവസവും ഇങ്ങനെ ഒളിച്ച് കളിച്ച് ഞമ്മക്ക് പ്രാന്ത് എടുക്കണിട്ടോ. തിരിച്ചു കൊടുക്കാൻ കയ്യിൽ പൈസ വേണ്ട സൂറാവേ. 1000 ഉറുപ്പ്യക്ക് 250 ഉറുപ്പ്യാണ് ഇപ്പൊ അതിന്റെ പലിശ. എന്നിട്ട് നിങ്ങളെ പോലുള്ള ഒരു പലിശക്ക് വാങ്ങണ്ടല്ലോ. എടീ, നിനക്കത് പറയാ. ഈ അണ്ണാച്ചിമാരില്ലായിരുന്നെങ്കിലേ ഞമ്മളെ പോലുള്ള പാവങ്ങൾ തെണ്ടി പോകാനും. പലിശക്ക് വാങ്ങിയിട്ടും തെണ്ടലിന് ഒരു കുറവും വന്നിട്ടില്ലല്ലോ. ഇപ്പോഴത് തന്നെയല്ലേ പണി. പടച്ചോനെ ചതിച്ച് ആ കള്ള അണ്ണാച്ചി തിരിച്ചു വരുന്നുണ്ട്. പടച്ചോനെ, ഇനി ഒലിക്കാനും സമയല്ലല്ലോ. അല്ലോ, എന്താ ചെയ്യാ? ഓന് അവിടെ എത്തി. ഒന്നും നോക്കണ്ട, അവനെ തുടങ്ങിക്കോ. ഈ കരഞ്ഞോളി. എടി കരയാൻ. അല്ലാ പടച്ചോനെ, വയറുവേദന സഹിക്കാൻ പറ്റില്ലല്ലോ. നമ്മളെന്താ ചെയ്യാവോ? എന്നാ പറ്റി? അസുഖമാ? അതെ, ആശുപത്രി പോവാൻ പൈസ ഇല്ല. 1000 ഉറുപ്പ്യ തരണോ പ്ലീസ്? ശരി 750 250 പലിശ ഞാൻ എടുത്തിട്ടെ. ഓക്കെ, ശീഘ്രം ആശുപത്രി പോയിട്. ഇപ്പൊ എങ്ങനെയുണ്ട്? എടി, ബുദ്ധി വേണം, ബുദ്ധി. വയറുവേദനായിട്ടുള്ള ഞമ്മൾ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? അത് കണ്ട് ബേജാറായിട്ടുള്ള ഞമ്മൾ അഭിനയം എങ്ങനെ ഉണ്ടായിനി? ഉസാറായിക്കും. തിരുമ്പി പോകാതെ ഇങ്ങെ ഒളിച്ചു നിന്ന എന്റെ പെർഫോമൻസ് എപ്പടി? പറച്ചു തമ്പുരാനെ.